ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തൻ. ഭാഗം 1648. ഇന്ന് ജൂലൈ മാസം 5-ാം തീയതി 187-ാമത്തെ ദിവസത്തിലെത്തി. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിന്റെ 5-ാം അധ്യായത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. ഒരു ഉപദേശമോ ഒരു മാർഗനിർദ്ദേശമോ കിടപ്പുണ്ട്. ദുഃഖത്തിൽപ്പെട്ടുപോയ, ദുരിതത്തിൽ അകപ്പെട്ടുപോയ ഒരാൾക്ക് ഇത്തിരി ധൈര്യം പകരാൻ കഴിയുക എന്ന് പറയുന്നത് എത്രയോ വലിയ ശുശ്രൂഷയാണ്. നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് മാത്രമല്ല, ആ മാറ്റം സാധ്യമാണ് എന്നും ആ മാറ്റത്തിലേക്ക് നിന്നെ എത്തിക്കാനായിട്ട് ഞാനും സഹായിക്കാമെന്ന് പറയുന്നത് എത്ര വിലപ്പെട്ട കാര്യമാണ്. അനിശ്ചിതത്വത്തിൽ കഴിയുന്ന ഒരാളുടെ ഹൃദയത്തിനും കാതുകൾക്കും അതെന്തൊരു ആശ്വാസത്തിന്റെ അനുഭവമാവും. സ്വർഗം ഇറങ്ങി വന്നതുപോലെ തോന്നും. ആ അരാം രാജാവിന്റെ ശക്തനായ സൈനാധിപനും എന്നാൽ കുഷ്ഠരോഗിയുമായി മാറിയ നയമാനുമായി ബന്ധപ്പെട്ടാണ്. അടിമപ്പെൺകുട്ടി അയാളുടെ ഭാര്യയെ ഉപദേശിക്കുകയാണ്. എലീശയുടെ അടുക്കിലേക്ക് എങ്ങനെയെങ്കിലും യജമാനനെ ഒന്ന് എത്തിക്കാനായാൽ ആ എലീശ പ്രവാചകൻ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമെന്ന്. അവൾ തന്റെ യജമാനത്തിയോട് പറയുകയാണ്, ശമരിയായിൽ ഒരു പ്രവാചകനുണ്ടല്ലോ, അയാളുടെ അടുക്കിലേക്കൊന്ന് കൊണ്ടുപോയാൽ മതി, യജമാനൻ രക്ഷപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് മാത്രമല്ല, അതിന് സാധ്യതയുണ്ടെന്നും ആ സാധ്യതയിലേക്ക് എത്തിക്കാനായിട്ട് ഞാനും സഹായിക്കാവുന്നതാണ്. ഒരു അടിമ പെൺകുട്ടിയുടെ വാക്കുകൾ അനുസരിക്കാനായിട്ട് നയമാൻ തയ്യാറായെങ്കിൽ അയാളുടെ ജീവിതം എന്തുമാത്രം ദുരിതം നിറഞ്ഞതും ഭീകരവുമായിരുന്നു. ഒടുവിൽ ആ വാക്കുകളാണ് അയാളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അതിദുഷ്കരമായ ജീവിതാനുഭവങ്ങളിൽ എന്തുകൊണ്ടാണ് ആത്മവിശ്വാസത്തിന്റെ വാക്കുകൾ പരസ്പരം ഒന്ന് കൈമാറാനായിട്ട് തീരെ കഴിയാതെ പോകുന്നത്? ഒപ്പമുണ്ട് എന്ന് പറയാനായിട്ട് എന്തുകൊണ്ടാണ് സാധിക്കാതെ പോകുന്നത്? നമുക്ക് കഴിയുമെന്നേ. നമ്മളുടെ പക്കളുടെ വിഭവങ്ങൾ അത് സമയം മുതൽ, സമയം, പണം, അധ്വാനം, അതത്ര ചെറുതായിരുന്നാലും ഇങ്ങനെ ദുഃഖത്തിലും ദുരിതത്തിലും താണു വീണു പോകുന്ന ഒരാളെ അല്പമായിട്ടെങ്കിലും ഒന്ന് കൈപിടിച്ചുയർത്താനായിട്ട് മതിയായത് തന്നെയാണ്. ഒരു ഫോൺ സന്ദേശം പോലും മറ്റൊരാളുടെ ജീവിതത്തെ വീണ്ടെടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ നിങ്ങളുടെയും ജീവിതത്തിൽ, അതും ക്രിസ്തീയ ജീവിതത്തിൽ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നന്മ പ്രവൃത്തികളും സൽക്കർമ്മങ്ങളും സംഭവിച്ചുകൊണ്ടേയിരിക്കണ്ടേ. അതും സഹജീവികളുടെ രക്ഷയ്ക്കു വേണ്ടി, അവരുടെ ജീവനു വേണ്ടി, അവരുടെ ജീവിതത്തിനു വേണ്ടി. പ്രാർത്ഥനയോടുകൂടി ആമേൻ.